പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 2nd ലെസൺ ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്വസ്റ്റ്യൻ എ. വാട്ട് യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മുംബൈ മേക്ക് ദ ഡബ്ബാവാലാസ് എസെൻഷ്യൽ? മുംബൈ പട്ടണത്തിന്റെ എന്ത് സവിശേഷതയാണ് ആ പട്ടണത്തിൽ ഡബ്ബാവാലകളുടെ സേവനം അത്യാവശ്യമാക്കുന്നത്? Mumbai's high land prices and cost of living make it impossible for employees to live near the workplaces or eat at downtown eateries. മുംബൈ പട്ടണത്തിലെ ലാൻഡ് പ്രൈസും കോസ്റ്റ് ഓഫ് ലിവിംഗ്, ജീവിത ചെലവുകളും വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ എംപ്ലോയീസ്, തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ മേഖലകളിൽ ജീവിക്കാനോ പട്ടണത്തിലെ ഈറ്ററീസ്, ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ സാധ്യമാകുമായിരുന്നില്ല. Moreover, Mumbai's diverse population has varied food preferences. മുംബൈ പട്ടണത്തിലെ തൊഴിലാളികൾ, അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടേതായ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് പ്രിഫറൻസസ്, ഭക്ഷണ പ്രിഫറൻസുകളും ശീലങ്ങളുമാണ് ഉള്ളത്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഭക്ഷണ ശീലമുണ്ട്, വൈവിധ്യമാർന്ന ഈ ഭക്ഷണശീലം. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്കൊക്കെ അവർ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം. അതാണെങ്കിലോ തൊഴിലിടങ്ങളിൽ സാധ്യവുമല്ല. ദീസ് ഫാക്ടേഴ്സ് മേക്ക് ഡബ്ബാവാലാസ് എസെൻഷ്യൽ. ഈ ഘടകങ്ങളൊക്കെയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഡബ്ബാവാലകളുടെ സാന്നിധ്യം മുംബൈ പോലുള്ള പട്ടണത്തിൽ അത്യാവശ്യമാക്കി മാറ്റുന്നത്. Question B. What are some of the challenges to the ഡബ്ബാവാല system? ഈ ഭക്ഷണ വിതരണ സിസ്റ്റം അഥവാ ഡബ്ബാവാല സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? The ഡബ്ബാവാലാസ് have to hustle on board the commuter trains. തിരക്ക് പിടിച്ച പാസഞ്ചർ ട്രെയിനുകളിലൂടെ ഇവർക്ക് ടിഫിൻ കാരിയേഴ്സ് വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു. റഷ് ഓഫ് അറ്റ് ടെർമിനസസ്. യാത്ര അവസാനിക്കുന്ന പോയിന്റുകളിൽ തിരക്കിനിടയിലൂടെ ഇവരുടെ ടിഫിൻ കാരിയേഴ്സുമായിട്ട് ഈ ജനത്തിരക്കിലൂടെ അവർക്ക് ഇറങ്ങേണ്ടിയും കയറേണ്ടിയും ഒക്കെ വരുന്നു. മാത്രവുമല്ല, ആൻഡ് ട്രോപ്പ് ത്രൂ ക്രൗഡഡ് റോഡ്സ് ക്യാരിയിങ് കോഫിൻ സൈസ്ഡ് ക്രേറ്റ്സ് ലേഡൻ വിത്ത് ലഞ്ചസ്. ലഞ്ച് ബോക്സുകൾ നിറച്ച ഭാരമുള്ള ട്രേകൾ, ക്രേറ്റ്സ്, ബോക്സ് ഇതെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് കോഫിൻ സൈസ്ഡ്, ശവപ്പെട്ടി വലുപ്പത്തിലുള്ള ഭാരമുള്ള ഈ ട്രേകൾ തലയിൽ ചുമന്നുകൊണ്ട് ക്രൗഡഡ് റോഡ്സ്, വാഹനങ്ങൾ കൊണ്ടും ജനങ്ങൾ കൊണ്ടും തിരക്ക് പിടിച്ച റോഡുകളിലൂടെയൊക്കെ അവർക്ക് ട്രോട്ട്, അതിവേഗം സഞ്ചരിക്കേണ്ടിയും വരുന്നു. ഇതൊക്കെയാണ് ഇവർ തിരക്ക് പിടിച്ച മുംബൈ പോലുള്ള പട്ടണത്തിൽ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികൾ. Question C. Who was the first person to seek the services of a ഡബ്ബാവാല? ഒരു ഡബ്ബാവാലയുടെ സേവനം ആദ്യമായി തേടിയ വ്യക്തി ആരായിരുന്നു? An old Parsi lady from the suburb of Dadar was the first person who sought the services of a ഡബ്ബാവാല. ദാദർ പട്ടണത്തിന്റെ പ്രദേശത്ത് നിന്നുള്ള, അതിനോട് ചേർന്ന ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന അല്പം പ്രായം ചെന്ന ഒരു പാഴ്സി ലേഡിയായിരുന്നു ആദ്യമായി ഒരു ഡബ്ബാവാലയുടെ സേവനം അന്വേഷിച്ചത്. Question D. What is the range and extent of the ഡബ്ബാവാല system in Mumbai now? ഇപ്പോൾ മുംബൈ പട്ടണത്തിൽ ഡബ്ബാവാല സേവനത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ്? The Mumbai ഡബ്ബാവാല system has won the admiration of international business schools and even of Prince Charles of England. മുംബൈ പട്ടണത്തിലെ ഡബ്ബാവാല സേവനം അന്താരാഷ്ട്ര ബിസിനസ് സ്കൂൾസ്, ബിസിനസ് സ്ഥാപനങ്ങളുടെയൊക്കെ പ്രശംസയും അംഗീകാരവും നേടിക്കഴിഞ്ഞു. ആൻഡ് ഈവൻ ഓഫ് പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ അംഗീകാരം പോലും അവർ നേടിയിട്ടുണ്ട്. Around 5,000 ഡബ്ബാവാലാസ് വർക്ക് ബൈ ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഇന്ന് 5,000-ലധികം ഡബ്ബാവാല ജോലിക്കാരായി സേവനമനുഷ്ഠിക്കുന്നു. And they have more than 2 lakh customers. മാത്രവുമല്ല 2 ലക്ഷത്തിൽ പരം കസ്റ്റമേഴ്സും ഡബ്ബാവാല സിസ്റ്റത്തിന് ഇന്നുണ്ട്. Question E.
Why, according to you, did the Dabbawala earn recognition and admiration from international business schools? ഡബ്ബാവാല സിസ്റ്റത്തിന് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൻ്റെയൊക്കെ അംഗീകാരവും ആദരവും നേടാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള അംഗീകാരം നേടാൻ സാധിച്ചു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഫ്രം ദ ഹംബിൾ ബിഗിനിങ് ഓഫ് ദ ഡബ്ബാവാലാസ്, ഡബ്ബാവാല സിസ്റ്റത്തിന്റെ ലളിതമായ തുടക്കത്തിൽ നിന്ന് ദേ ഹാവ് ഗ്രോൺ ഇൻ ടു എ ഹ്യൂജ് നെറ്റ്വർക്ക്. ഇന്ന് അവർ വലിയൊരു നെറ്റ്വർക്കായി തന്നെ, ഒരു ബിസിനസ്, ഒരു സർവീസ് ശൃംഖലയായി തന്നെ മാറിയിട്ടുണ്ട്. ആൻഡ് ദ ഇൻക്രെഡിബിൾ എഫിഷ്യൻസി ആൻഡ് ആക്യുറസി ഇൻ സർവീസ് ഹാവ് ഏൺഡ് ദി അഡ്മിറേഷൻ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾസ്. ഇതിനുള്ള കാരണം അവരുടെ ഇൻക്രെഡിബിൾ എഫിഷ്യൻസി ആൻഡ് ആക്യുറസി, അവരുടെ കാര്യക്ഷമതയും അവരുടെ കൃത്യതയും, അവിശ്വസനീയമാം വിധം കൃത്യമായിട്ടുള്ള സേവനം, ആ സേവന മേഖലയിൽ അവരുടെ കാര്യക്ഷമത, ഇത് അവിശ്വസനീയമായ ഒരു നേട്ടമാണ്. ഇതാണ് അവർക്ക് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളുകളുടെയൊക്കെ അംഗീകാരം നേടിക്കൊടുത്തത്. ക്വസ്റ്റ്യൻ എഫ്. ഡു ദ ഡബ്ബാവാല സപ്പോർട്ട് ഫാസ്റ്റ് ഫുഡ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഡബ്ബാവാലകൾ ഫാസ്റ്റ് ഫുഡ് അംഗീകരിക്കുന്നുണ്ടോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ആൻസർ ഈ ലെസണിൽ നിന്നുള്ള പോയിന്റ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ സമർത്ഥിക്കണം, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. നോ, ദ ഡബ്ബാവാലാസ് ഡു നോട്ട് സപ്പോർട്ട് ഫാസ്റ്റ് ഫുഡ്. ഡബ്ബാവാലകൾ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തെ അംഗീകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. വെൻ ദേ വർ ആസ്ക്ഡ് അബൌട്ട് ദ ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ their discouraging answer was that you couldn't live on fast food. ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന മറുപടിയായിരുന്നു അവരുടേത്. അവർ പറഞ്ഞത് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്നായിരുന്നു. ക്വസ്റ്റ്യൻ ജി. ഹൗ ഡു ദ ഡബ്ബാവാലാസ് എൻഷുർ ദ പങ്ക്ച്വാലിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്? ഡബ്ബാവാലകൾ തങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ പങ്ക്ച്വാലിറ്റി, സമയത്തിന്റെ കാര്യത്തിൽ കൃത്യത പാലിക്കുന്നത് എങ്ങനെയാണ് അവർ ഉറപ്പുവരുത്തുന്നത്? ഇഫ് എ കസ്റ്റമർ ഈസ് ലേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഏതെങ്കിലും ഒരു കസ്റ്റമർ ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ വൈകുകയാണെങ്കിൽ ആദ്യ പ്രാവശ്യം ഹി വിൽ ഗെറ്റ് വൺ മോർ ചാൻസ്. ഒരു പ്രാവശ്യത്തേക്ക് അവർ ക്ഷമിക്കും, അവർക്ക് ഒരു അവസരം കൂടെ നൽകും. ആദ്യമായിട്ടാണ് ലേറ്റ് ആകുന്നതെങ്കിൽ ഒരു അവസരം കൂടെ നൽകും. ഇഫ് ഈസ് ലേറ്റ് അഗൈൻ, ആ കസ്റ്റമർ വീണ്ടും ഇതേപോലെ തന്നെ ഡിലേ വരുത്തുകയാണെങ്കിൽ ദാറ്റ് കസ്റ്റമർ വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ കസ്റ്റമർ ലിസ്റ്റ് ഓഫ് ദി ഡബ്ബാവാലാസ്. ഡബ്ബാവാലകൾ അവരുടെ കസ്റ്റമർ ലിസ്റ്റിൽ നിന്നും അത്തരത്തിൽ ഉള്ള കസ്റ്റമേഴ്സിനെ റിമൂവ് ചെയ്യും, ഒഴിവാക്കും. അങ്ങനെയാണ് അവർ സമയത്തിന്റെ കാര്യത്തിൽ പങ്ക്ച്വാലിറ്റി, കൃത്യത ഉറപ്പുവരുത്തുന്നത്. ക്വസ്റ്റ്യൻ എച്ച്. ഹൗ ആർ ദി ആൽഫാ ന്യൂമറിക്കൽ മാർക്കിംഗ്സ് ഓൺ ദ ടിഫിൻ കാരിയേഴ്സ് സിഗ്നിഫിക്കൻറ്റ്? ഡബ്ബാവാലകൾ അവരുടെ സിസ്റ്റത്തിൽ ഓരോ ടിഫിൻ കാരിയർ ബോക്സിലും ഒരു ആൽഫ ന്യൂമറിക് കോഡ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് എങ്ങനെയാണ് പ്രാധാന്യമുള്ള ഒരു കാര്യമാകുന്നത്? എന്താണ് ഇവയുടെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം? ദി ആൽഫ ന്യൂമറിക്കൽ മാർക്കിംഗ്സ് ഓൺ എവറി ടിഫിൻ കാരിയേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓരോ ടിഫിൻ ബോക്സിലുമുള്ള ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം they indicate the location of the customer's flats. ആ ആൽഫ ന്യൂമറിക്കൽ കോഡിൽ നിന്നാണ് ഓരോ കസ്റ്റമറുടെയും ഫ്ലാറ്റ് എവിടെയാണെന്ന് ആ ഡബ്ബാവാല മനസ്സിലാക്കുന്നത്. മാത്രമല്ല ദ ചേഞ്ചിങ് പോയിന്റ്സ്, ടിഫിൻ കാരിയേഴ്സ് എല്ലാം തന്നെ കമ്മ്യൂട്ടർ ട്രെയിനുകളിൽ നിന്നും താഴെ ഇറക്കുകയും അത് വേർതിരിക്കുകയും ചെയ്യുന്ന ചേഞ്ചിങ് പോയിന്റുകൾ എവിടെയാണെന്നും മനസ്സിലാക്കാം. മാത്രവുമല്ല ദ ഡെലിവറി പോയിന്റ്സ്, ഓരോ ടിഫിൻ ബോക്സും എവിടെയാണ് ഡെലിവറി നടത്തേണ്ടത്, അത് കസ്റ്റമർക്ക് എവിടെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. ആൻഡ് ദ ഡബ്ബാവാലാസ് ഇൻവോൾവ്ഡ്, ഓരോ ദിവസത്തെയും സർവീസിൽ, സേവനത്തിൽ ഏത് ഡബ്ബാവാലയാണ് ഓരോ ഭാഗത്തേക്കും ഉൾപ്പെടുന്നത് എന്നെല്ലാം ഈ ആൽഫ ന്യൂമറിക്കൽ കോഡിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണ വിതരണത്തിൽ ആൽഫ ന്യൂമറിക്കൽ കോഡ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു അടയാളമാണ്. ക്വസ്റ്റ്യൻ ഐ. ദ ഡബ്ബാവാലാസ് undergo rigorous training before they join the system. ഈ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ഡബ്ബാവാലയ്ക്കും
റിഗറസ് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്, ശക്തമായ പരിശീലനം ലഭിക്കുന്നുണ്ട്, അവർ പരിശീലനത്തിന് വിധേയമാകുന്നുണ്ട്. ഡു യു തിങ്ക് സച്ച് ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദി എഫിഷ്യൻസി ഓഫ് എനി സിസ്റ്റം? ഏതൊരു സിസ്റ്റത്തിന്റെയും എഫിഷ്യൻസി, അതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ഇത്തരം ട്രെയിനിങ് അത്യാവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? വൈ? എന്തുകൊണ്ടാണ് ട്രെയിനിങ് അത്യാവശ്യമാകുന്നത്? യെസ്, rigorous training to the employees of any system is essential to function it properly. ഏതൊരു സിസ്റ്റത്തിലെയും എംപ്ലോയീസിന് റിഗറസ് ട്രെയിനിങ്, ശക്തമായ ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ ഇറ്റ് ക്യാൻ ഫങ്ഷൻ പ്രോപ്പർലി, അതിന് കാര്യക്ഷമമായി ആ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദി എംപ്ലോയീസ് ഹാവ് ടു ഡീൽ courteously with the customers. ഏതൊരു സിസ്റ്റത്തിലെയും കസ്റ്റമേഴ്സുമായിട്ട് അതിലെ തൊഴിലാളികൾ വളരെ മാന്യമായി ഇടപെടണം. അതിന് കസ്റ്റമർ റിലേഷൻ, ആ മേഖലയിൽ ട്രെയിനിങ് ലഭിക്കണം. ആൻഡ് സോ, മാത്രവുമല്ല, അങ്ങനെ ട്രെയിനിങ് ലഭിച്ചാൽ മാത്രമേ ദേ കനോട്ട് ബി അൺകൂത്ത്സ്, അവരൊരിക്കലും റൂഡാകാതെ, പരുഷമാകാതെ, പരുക്കനാകാതെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഓർ ഡ്രങ്ക്, അവർ മദ്യപിക്കാതെ കസ്റ്റമേഴ്സിനോട് വളരെ കേർട്ടിയസ് ആയിട്ട് പെരുമാറാൻ, മാന്യമായി പെരുമാറാൻ അവർക്ക് സാധ്യമാവുകയുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ റിഗറസ് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. ക്വസ്റ്റ്യൻ ജെ. ഹു വാസ് E.L. പൗലോ ആൻഡ് വാട്ട് വാസ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ഡബ്ബാവാലാസ്? ആരായിരുന്നു E.L. പൗലോ? ഡബ്ബാവാലകളുമായി അദ്ദേഹത്തിന്റെ അനുഭവം എന്തായിരുന്നു? E.L. പൗലോ വാസ് ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഡയറക്ടറും സെക്രട്ടറിയുമൊക്കെയായി സേവനം അനുഷ്ഠിച്ച ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു E.L. പൗലോ. He opines that the service of the Dabbawalas was wonderful and reliable. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡബ്ബാവാലകളുടെ സേവനം വളരെ അത്ഭുതകരവും അതോടൊപ്പം തന്നെ റിലയബിൾ, നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നതും വിശ്വസിക്കാൻ സാധിക്കുന്നതും ആയിരുന്നു. His own experience was that in his 10 years of dealing with the Dabbawalas, they have never once missed his tiffin carrier. തൻ്റെ 10 വർഷക്കാലം നീണ്ട പരിചയത്തിൽ, ഡബ്ബാവാലകളുമായിട്ടുള്ള ഡീലിംഗിൽ, അവരുമായിട്ടുള്ള ഈ പരിചയത്തിലും അവരുടെ ഇടപാടുകളിലും E.L. പൗലോയ്ക്ക് ഒരിക്കൽ പോലും തൻ്റെ ടിഫിൻ കാരിയർ നഷ്ടമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത്രയും കൃത്യതയുണ്ടായിരുന്നു ഡബ്ബാവാലകളുടെ സേവനത്തിൽ എന്നാണ് അദ്ദേഹം ഒപ്പൈൻഡ്, അഭിപ്രായപ്പെട്ടത്. ക്വസ്റ്റ്യൻ കെ. വാട്ട് സ്പെഷ്യൽ റെക്കഗ്നിഷൻ ഡിഡ് ദ ഡബ്ബാവാലാസ് റിസീവ് ഫ്രം പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരനിൽ നിന്നും എന്ത് പ്രത്യേകമായ അംഗീകാരമാണ് ഡബ്ബാവാലകൾ നേടിയത്? ആൻഡ് വാട്ട് മൈറ്റ് ഹാവ് ഇംപ്രസ്ഡ് ഹിം അബൌട്ട് ദ സിസ്റ്റം? ഡബ്ബാവാലകളുടെ ഈ സിസ്റ്റത്തെ സംബന്ധിച്ച് എന്ത് പ്രത്യേകമായ താല്പര്യമായിരിക്കാം പ്രിൻസിന് ഉണ്ടായിരുന്നത്? The Dabbawalas received a letter of appreciation from Prince Charles of England for their flawless service system. വളരെ കുറ്റമറ്റ കാര്യക്ഷമമായ സർവീസ് സിസ്റ്റം, ഈ സേവന സിസ്റ്റത്തിന് അംഗീകാരമായിക്കൊണ്ട് പ്രിൻസ് ചാൾസിൽ നിന്നും എ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ, ഒരു അംഗീകാര പത്രമാണ് ഡബ്ബാവാലകൾ നേടിയത്. The prince might have been impressed by the system as it was a wide network and entirely grassroots generated. വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ്, ഇവരൊക്കെയുള്ള ഈ സിസ്റ്റം വളരെ കാര്യക്ഷമമായി, ഫ്ലോലെസ് ആയിട്ട്, ഒരു കുറ്റവുമില്ലാതെ പ്രവർത്തിക്കുന്നു. ആ കാരണങ്ങൾ കൊണ്ടും അതിനുമപ്പുറം എൻറ്റയർലി ഗ്രാസ് റൂട്ട്സ് ജനറേറ്റഡ്, സാധാരണക്കാരായിട്ടുള്ള, വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണ തൊഴിലാളികൾ രൂപപ്പെടുത്തിയെടുത്ത, ഗ്രാസ് റൂട്ട്സ് ജനറേറ്റഡ്, അടിസ്ഥാന വർഗക്കാരായ തൊഴിലാളികൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു സിസ്റ്റം ആയതിനാലുമാണ് പ്രിൻസ് ചാൾസിന് ഈ സിസ്റ്റത്തിനോട് വലിയ മതിപ്പുണ്ടാകാൻ കാരണം എന്ന് നമുക്ക് കരുതാം. Now, a few more questions under Let's Rewind. ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ക്യാപ്ഷനിൽ ഏതാനും ക്വസ്റ്റ്യൻസ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഓരോ ക്വസ്റ്റ്യനും അല്പം വൈഡായ ആൻസേഴ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ആൻസേഴ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ, ചുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആൻസേഴ്സ് വായിക്കാം. ക്വസ്റ്റ്യൻ 1.
How does the article on the Dabbawalas illustrate the importance of discipline and organizational skills? Discipline, അച്ചടക്കം, and organizational skills, സംഘാടക മികവ്, കഴിവ്, ഒരു കാര്യം സംഘടിപ്പിക്കാനുള്ള കഴിവ്. ഇതൊക്കെ ഡബ്ബാവാലകളെ കുറിച്ച ഈ ആർട്ടിക്കിൾ, നാം വായിക്കുന്ന ഈ ലെസൺ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? വാട്ട് ലെസൺസ് ക്യാൻ വി ഡ്രോ ഫ്രം ദ സിസ്റ്റം? ഡബ്ബാവാലകളുടെ ഈ കുറ്റമറ്റ അച്ചടക്കവും ഓർഗനൈസേഷണൽ സ്കിൽസ്, സംഘാടക മികവും ഒക്കെ കാണിക്കുന്ന ഈ പാഠം നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താണ്? നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ലെസൺ എന്താണ്? The article highlights the importance of discipline and organizational skills. The saga of the tiffin carriers എന്നുള്ള ഈ ലെസൺ അഥവാ ഈ ആർട്ടിക്കിൾ ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഡിസിപ്ലിനും ഓർഗനൈസേഷണൽ സ്കിൽസ്, അച്ചടക്കവും സംഘാടക മികവുമാണ്, അതിൻ്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. As they are key to the successful functioning of the system. കാരണം ഏതൊരു സിസ്റ്റത്തിൻ്റെയും വിജയപ്രദമായിട്ടുള്ള പ്രവർത്തനത്തിന് ഈ രണ്ട് ക്വാളിറ്റിയും വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഡിസിപ്ലിൻ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്. വിത്ത് സ്ട്രിക്റ്റ് ട്രെയിനിങ്, ഒബേയിങ് റൂൾസ് ആൻഡ് കെയർഫുൾ പ്ലാനിങ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയും അതോടൊപ്പം തന്നെ വളരെ കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്, പദ്ധതി തയ്യാറാക്കുന്നതിലൂടെയും ഒക്കെയാണ് they ensure food delivery accurately in a challenging, bustling city like Mumbai. മുംബൈ പോലുള്ള വളരെ തിരക്ക് പിടിച്ച ഒരു പട്ടണത്തിലും വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഡബ്ബാവാലകൾ ഫുഡ് ഡെലിവറി എന്നുള്ള സേവനം വളരെ അക്യൂറേറ്റ് ആയിട്ട്, ഭക്ഷണ വിതരണം എന്നുള്ള ആ സേവനം വളരെ കൃത്യതയോടുകൂടെ യാതൊരു പിഴവുമില്ലാതെ അവർ സംഘടിപ്പിക്കുന്നു. The system teaches valuable lessons of efficiency. കാര്യക്ഷമതയുടെ വിലപ്പെട്ട പാഠങ്ങളാണ് ഡബ്ബാവാല സിസ്റ്റം നമുക്ക് പറഞ്ഞു തരുന്നത്. ഡിസിപ്ലിൻ, അച്ചടക്കത്തിന്റെയും ആൻഡ് പങ്ക്ച്വാലിറ്റി, കൃത്യതയുടെയും സമയം പാലിക്കുന്നതിന്റെയും കൃത്യത, ഇതെല്ലാമാണ് നമുക്ക് നൽകുന്ന ലെസൺസ് ഇൻ ദ ഫീൽഡ് ഓഫ് കസ്റ്റമർ സർവീസ്. പ്രത്യേകിച്ച് കസ്റ്റമർ സർവീസ് മേഖലകളിൽ എഫിഷ്യൻസി, ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, ഓർഗനൈസേഷണൽ സ്കിൽസ്, ഇതെല്ലാം അത്യാവശ്യമാണെന്നുള്ള പാഠമാണ് നാം ഈ ലെസണിൽ നിന്നും പഠിക്കുന്നത്. Question 2. What is the process involved in the flawless system of the Dabbawalas, from picking up the food to finally returning the empty lunch boxes? ഡബ്ബാവാല സിസ്റ്റത്തിലെ പ്രോസസ്, അതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറ്റമറ്റ രീതിയിൽ വീടുകളിൽ നിന്നും ഭക്ഷണം ശേഖരിച്ച് അവസാനം കാലിയായ എംറ്റി ലഞ്ച് ബോക്സുകൾ തിരികെ വീടുകളിലേക്ക് എത്തിക്കുന്ന അതുവരെയുള്ള ഈ നീണ്ട പ്രോസസ്സിലെ കാര്യങ്ങളുടെ ഘടന എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിക്കുക. The Dabbawala system involves collecting home-cooked meals around 8 AM. ഈ ഡബ്ബാവാല സിസ്റ്റത്തിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. ഓരോ വീടുകളിൽ നിന്നും 8 മണിയോടുകൂടി ഭക്ഷണം നിറച്ച ടിഫിൻ ബോക്സസ് കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. The tiffins marked with alphanumeric codes for delivery are sorted and delivered to offices by 1 PM. അങ്ങനെ ഭക്ഷണം നിറച്ച ടിഫിൻ ബോക്സുകളിൽ ആൽഫാന്യൂമറിക് കോഡുകളെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം അതെല്ലാം തന്നെ സോർട്ടഡ്, ഓരോ ഏരിയയിലേക്കുമുള്ളത് സോർട്ട് ചെയ്യുന്നു, അത് വേർതിരിക്കുന്നു. ആൻഡ് ഡെലിവർ ടു ഓഫീസസ് ബൈ 1 PM. എന്നിട്ട് 1 മണിയോടുകൂടി, 1 മണിക്ക് മുമ്പായി തന്നെ ഓരോ ഓഫീസുകളിലും അത് എത്തിക്കുന്നു. ആഫ്റ്റർ ലഞ്ച്, അങ്ങനെ തൊഴിലാളികൾ, ഓഫീസേഴ്സ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ദി empty boxes are collected by 2 PM. 2 മണിയോടുകൂടി ഓഫീസുകളിൽ നിന്നും കാലിയായ ടിഫിൻ ബോക്സുകൾ വീണ്ടും ശേഖരിക്കുന്നു. ആൻഡ് റിട്ടേൺ ടു ഹോംസ് ബൈ 5:30 PM. എന്നിട്ട് ഓരോ തൊഴിലാളിയുടെയും ഫ്ലാറ്റുകളിൽ, വീടുകളിൽ 5:30 മണിക്ക് മുമ്പോടെ അതെല്ലാം തിരികെ ഏൽപ്പിക്കുന്നു. എൻഷുറിംഗ് സ്മൂത്ത് ആൻഡ് ഫ്ലോലെസ് ഡെലിവറി അക്രോസ് മുംബൈ. മുംബൈ പട്ടണത്തിലുടനീളം കുറ്റമറ്റ രീതിയിൽ വളരെ സ്മൂത്തായ ഒരു വിതരണം
അങ്ങനെ ഇവർ ഉറപ്പുവരുത്തുന്നു. Question 3. Discuss with your friends the role and significance of the Dabbawalas in Mumbai and note down the points. നിങ്ങൾ സുഹൃത്തുക്കളുമായി ഡബ്ബാവാല സിസ്റ്റത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുക. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന പ്രധാന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ അത്തരത്തിലുള്ള ഒരു ചർച്ച ഇമാജിൻ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാന പോയിന്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ദി ഔട്ട്കംസ് ഓഫ് ദ ഡിസ്കഷൻ. ചർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന അതിന്റെ റിസൾട്ട്. പോയിന്റ് എ, ഡബ്ബാവാലാസ് എ ലഞ്ച് ബോക്സ് ഡെലിവറി സിസ്റ്റം യുണീക് ടു മുംബൈ. മുംബൈ പട്ടണത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സിസ്റ്റമാണത്, ഡബ്ബാവാല സിസ്റ്റം. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദിസ് സിസ്റ്റം ഓഫ് ഡെലിവറിംഗ് ഹോം കുക്ക്ഡ് ലഞ്ച് ടു ഓഫീസ് വർക്കേഴ്സ്. ഓഫീസിലെ ജോലിക്കാർക്ക് വീട്ടിൽ പാകം ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ലോകത്തിലെ മറ്റൊരു പട്ടണത്തിലും ഇല്ല. അതുകൊണ്ട് ദിസ് സിസ്റ്റം ഈസ് യുണീക് ടു മുംബൈ. മുംബൈ പട്ടണത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. രണ്ടാമത്തെ പോയിന്റ്, ഡബ്ബാവാലാസ് ആൻ ഇൻഎവിറ്റബിൾ സർവീസ് ഓർഗനൈസേഷൻ ഇൻ മുംബൈ. മുംബൈ പട്ടണത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സർവീസ് സിസ്റ്റമായി മാറിയിട്ടുണ്ട്. The Dabbawalas provide a reliable service. വളരെ വിശ്വസനീയമായ, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സേവനമാണ് അവർ നൽകുന്നത്. ഡെലിവറിംഗ് ഹോം കുക്ക്ഡ് മീൽസ് ടു ഓഫീസ് വർക്കേഴ്സ് അക്രോസ് മുംബൈ. മുംബൈ പട്ടണത്തിൽ ഉടനീളം ഓഫീസ് ജോലിക്കാർക്ക് അവരുടെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനമാണത്. When cheap and quality food is not available and affordable to average employees with the individual dietary habits, the service of Dabbawala is essential in Mumbai. സാധാരണ തൊഴിലാളികൾക്ക് ചീപ്പ് ആൻഡ് ക്വാളിറ്റി ഫുഡ്, താങ്ങാനാവുന്ന വിലയിൽ വില കുറഞ്ഞ എന്നാൽ ക്വാളിറ്റി ഉറപ്പുള്ള ഭക്ഷണം അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ, മാത്രവുമല്ല എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഇൻഡിവിജ്വൽ ഡയറ്ററി ഹാബിറ്റ്സ്, ഓരോരുത്തർക്കും അവരുടേതായ ഭക്ഷണ ശീലങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഡബ്ബാവാല സിസ്റ്റം എന്നുള്ളത് മുംബൈ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്. അത്തരമൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കൾച്ചറൽ സിംബൽ ഓഫ് മുംബൈ. മുംബൈ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഡബ്ബാവാലാസ് എന്നുള്ളത് ഒരു സാംസ്കാരിക ചിഹ്നം തന്നെയാണ്. The Dabbawalas consisting of more than 5,000 trained members, serving over 200,000 or 2 lakhs satisfied customers on a daily basis, have become a key part of Mumbai's unique culture, representing unity and cooperation in the city's everyday life. മുംബൈ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഡബ്ബാവാലകൾ ഒരു സാംസ്കാരിക ചിഹ്നം തന്നെയാണെന്ന് പറയുമ്പോൾ 5000-ലധികം ട്രെയിൻഡ് മെമ്പേഴ്സ് ആണ് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2 ലക്ഷത്തിൽ പരം കസ്റ്റമേഴ്സും അവർക്കുണ്ട്. അവരെല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ്, വളരെ സംതൃപ്തരായ കസ്റ്റമേഴ്സുമാണ്. ഇതും ഡെയിലി ബേസിസിലാണ്, നിത്യേന എന്നോണമാണ് ഈ ശൃംഖല വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡബ്ബാവാല സിസ്റ്റം ഹാവ് ബിക്കം എ കീ പാർട്ട് ഓഫ് മുംബൈസ് യൂണിക് കൾച്ചർ. മുംബൈ പട്ടണത്തിന്റെ അതുല്യമായ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി ഈ സിസ്റ്റം മാറിക്കഴിഞ്ഞു. കാരണം ഈ സിസ്റ്റത്തിലൂടെ റെപ്രസെന്റിങ് യൂണിറ്റി ആൻഡ് കോപ്പറേഷൻ ഇൻ ദ സിറ്റീസ് എവരിഡേ ലൈഫ്, മുംബൈ പട്ടണത്തിലെ ദൈനംദിന ജീവിതത്തിലെ സഹകരണം, യൂണിറ്റി, ഒത്തൊരുമ, ഇതൊക്കെയാണ് ഈ സിസ്റ്റം പ്രതിനിധീകരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഗ്ലോബൽ റെക്കഗ്നിഷൻ ഫോർ എഫിഷ്യൻസി. ഈ സിസ്റ്റം നേടിയ അവരുടെ കാര്യക്ഷമതയ്ക്ക്, കഴിവിന് അവർ നേടിയ ഗ്ലോബൽ റെക്കഗ്നിഷൻ, ആഗോളതലത്തിലുള്ള അംഗീകാരം. This self-made organization of Dabbawalas has won the admiration of international business schools and even of Prince Charles of England for its efficiency and accuracy in delivering meals to its customers. തങ്ങളുടെ കസ്റ്റമേഴ്സിന് യഥാസമയത്ത് കൃത്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലൂടെ ലോകത്തെ പല സംഘടനകളുടെയും, ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾസ്, അന്താരാഷ്ട്ര ബിസിനസ് സ്കൂളുകളുടെയും ഈവൻ
പ്രിൻസ് ചാൾസ് ഓഫ് ഇംഗ്ലണ്ട് ഇവരുടെയൊക്കെ അംഗീകാരം ഈ സംഘടന നേടിക്കഴിഞ്ഞു. Question 4. Explain how the Dabbawala's unique service has stood the test of time to meet the needs of the city's diverse population. മുംബൈ പട്ടണത്തിലെ വിവിധ സ്വഭാവക്കാരായിട്ടുള്ള വ്യത്യസ്തമായ ഭക്ഷണശീലമുള്ള ജനങ്ങളുടെയൊക്കെ ആവശ്യം നിറവേറ്റുന്നതിൽ കാലത്തിന്റെ പരീക്ഷണത്തെ, ടെസ്റ്റ് ഓഫ് ടൈം, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഡബ്ബാവാല സിസ്റ്റം കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിജയിച്ചു. എങ്ങനെയാണ് അവർക്കത് വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സപ്പോർട്ട് യുവർ പോയിന്റ്സ് വിത്ത് എവിഡൻസ് ഫ്രം ദ പാസേജ്. ഈ ലെസണിൽ നിന്ന് നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിന്റുകളും ഉദ്ധരിക്കുക. ആൻസർ: ദ ഡബ്ബാവാല സിസ്റ്റം ഹാസ് സ്റ്റുഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. കാലത്തിന്റെ പരീക്ഷണങ്ങളെ ഡബ്ബാവാല സിസ്റ്റം അതിജീവിച്ചു, അവർ വിജയിച്ചു. ഏത് ദിക്കിലും തിരക്കിലും പ്രതികൂല സാഹചര്യത്തിലും അവർ തങ്ങളുടെ സേവനം കൃത്യമായി അനുഷ്ഠിച്ചു. ബൈ എഫിഷ്യന്റ്ലി സെർവിംഗ് മുംബൈസ് ഡൈവേഴ്സ് പോപ്പുലേഷൻ. മുംബൈ പട്ടണത്തിലെ വിവിധ സ്വഭാവക്കാരായിട്ടുള്ള ജനങ്ങളെ മുഴുവനും കൃത്യമായി കാര്യക്ഷമമായി സേവിച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ സിസ്റ്റം നടപ്പിലാക്കിയത്. വി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ കമ്മിറ്റ്മെന്റ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സംതൃപ്തിയിൽ അവർ എത്രമാത്രം കമ്മിറ്റഡ് ആണ്, അവർ എത്രമാത്രം അർപ്പിതരാണ് എന്നുള്ള കാര്യം നാം ഈ ലെസണിൽ നിന്നും മനസ്സിലാക്കുന്നു. മാത്രമല്ല, ആൻഡ് ദ എബിലിറ്റി ടു മീറ്റ് ഡിഫറെന്റ് ഡയറ്ററി നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഡയറ്ററി നീഡ്സ്, ഭക്ഷണ ആവശ്യങ്ങൾ, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവർക്കിഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്തത് എത്തിച്ചു കൊടുത്തുകൊണ്ട് അത് വിതരണം ചെയ്തുകൊണ്ടുള്ള അവരുടെ കഴിവും നാം ഈ ലെസണിൽ നിന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ലെസണിൽ പറയുന്നു, when each one of them has his own dietary fibles and taboos. മുംബൈ പട്ടണത്തിലെ തൊഴിലാളികൾക്ക് അതിൽ ഓരോരുത്തർക്കും അവരുടേതായ ഡയറ്ററി ഫൈബിൾസ്, അവരുടെ ഭക്ഷണശീലവും ആൻഡ് ടബൂസ്, ചിലർക്കൊക്കെ നിയന്ത്രണങ്ങളും, ചിലർക്ക് ചില ഭക്ഷണം നിഷിദ്ധമാണ്, അവർക്ക് അവർ ഉദ്ദേശിക്കുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളുണ്ട്, ഭക്ഷണശീലങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഓരോരുത്തരുടെയും ആവശ്യം നിറവേറ്റുന്ന കാര്യത്തിൽ ഈ സേവനം പ്രാധാന്യം അർഹിക്കുന്നത്. ഇവരുടെ സേവനം എത്രമാത്രം വിലപ്പെട്ടതാണെന്നുള്ളത് ഒക്കെ നാം ഈ ലെസണിൽ നിന്ന് മനസ്സിലാക്കി. മാത്രമല്ല, their growing customer base of over 2 lakhs highlights the importance and acceptance in Mumbai. ഡബ്ബാവാല സിസ്റ്റത്തിന്റെ കസ്റ്റമർ ബേസ് ഇപ്പോൾ 2 ലക്ഷത്തിനും മുകളിലേക്ക് വളർന്നിരിക്കുന്നു. ഈ കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നത്, എടുത്തു കാണിക്കുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇവരുടെ സേവനം. മുംബൈ പട്ടണത്തിൽ ഇവർ എത്രമാത്രം ആക്സെപ്റ്റൻസ് ഇവർക്കുണ്ട്, സ്വീകാര്യത ഇവർക്കുണ്ട് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. മാത്രമല്ല, ഷോയിങ് ഹൗ എസെൻഷ്യൽ ദേ ഹാവ് ബിക്കം ടു മുംബൈ കാർസ്. മുംബൈക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സാന്നിധ്യം, സേവനം എത്രമാത്രം എസെൻഷ്യൽ ആണ്, അത്യാവശ്യമാണ് എന്നൊക്കെയാണ് ഈ കസ്റ്റമർ ബേസിന്റെ വളർച്ച കാണിക്കുന്നത്. Question 5. How do the Dabbawalas maintain discipline and professionalism? എങ്ങനെയാണ് ഡബ്ബാവാല സിസ്റ്റത്തിൽ അച്ചടക്കവും പ്രൊഫഷണലിസം, തൊഴിൽപരമായ മികവുമൊക്കെ നടപ്പിലാക്കുന്നത്? The Dabbawalas maintain discipline and professionalism through strict rules and rigorous training. ശക്തമായ ട്രെയിനിങ്ങിലൂടെയും വളരെ കണിശമായ നിയമപാലനത്തിലൂടെയും, ഒരു സിസ്റ്റം, അതിന് കൃത്യമായ ഒരു നിയമമുണ്ട്, അത് പാലിക്കുന്നതിലൂടെ ഒക്കെയാണ് ഡബ്ബാവാല സിസ്റ്റം അവരുടെ അച്ചടക്കവും പ്രൊഫഷണലിസവും നിലനിർത്തുന്നത്. They are trained to deal with customers politely. ഓരോ ഡബ്ബാവാലയും തങ്ങളുടെ കസ്റ്റമേഴ്സിനോട് വളരെ പൊളൈറ്റായിട്ട്, മാന്യമായി പെരുമാറണമെന്ന് അവർക്ക് ട്രെയിനിങ് നൽകുന്നു. ആൻഡ് ദേ മസ്റ്റ് വെയർ വൈറ്റ് ക്യാപ്സ്. ഒരു യൂണിഫോം എന്ന രൂപത്തിൽ എല്ലാവരും വെളുത്ത തൊപ്പിയും ധരിക്കണം, അത് റൂളാണ്. ഫോർ റിപ്പീറ്റഡ് വയലേഷൻസ് ഓഫ് ദ റൂൾസ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ ആവർത്തിച്ചുള്ള വയലേഷൻസ്, തെറ്റുകൾ സംഭവിച്ചാൽ, വിരുദ്ധത വരികയാണെങ്കിൽ, they will get punishments with fines or removal from the association. അവർക്ക് ശിക്ഷ ലഭിക്കും, ചിലപ്പോൾ ഫൈൻ, അവർക്ക് പിഴ ചുമത്തും, അതുമല്ലെങ്കിൽ ഡബ്ബാവാല അസോസിയേഷനിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യും, അവരെ പിരിച്ചുവിടും, മാറ്റി നിർത്തും.
Applying this kind of strict approach, ഇത്തരത്തിലുള്ള വളരെ കണിശമായ നിയമപാലനത്തിലൂടെ സമീപനങ്ങളിലൂടെ ഡബ്ബാവാലാസ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണലിസം ഇൻ ദ സർവീസ്. അങ്ങനെയാണ് ഡബ്ബാവാലകൾ അവരുടെ സേവനത്തിൽ കൃത്യമായ അച്ചടക്കവും പ്രൊഫഷണലിസം, തൊഴിൽ മികവും നിലനിർത്തിപ്പോരുന്നത്. ഇത്രയുമാണ് ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ്. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതാനും ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അവ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.